തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് സ്കൂൾ ഗ്രൗണ്ടിൽ വൻ തീപിടുത്തം. തുണ്ടത്തിൽ ട്രിവാൻഡ്രം സ്കോട്ടിഷ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത ബസ്സുകൾക്കാണ് തീപിടിച്ചത്. 3 സ്കൂൾ ബസ്സുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. ബസ് ആരു കത്തിച്ചതെന്ന് സ്കൂൾ സെക്യൂരിറ്റി 24നോട് പറഞ്ഞു. ഞാൻ കഴിക്കുമ്പോഴത്തേക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ടും ആ ഫ്രണ്ട് സൈഡും കത്തി തുടങ്ങി. ഒരു സൗണ്ട് കേട്ട് കഴിക്കുകയാണ്. കഴിക്കുമ്പോൾ ഇതാ കാണുന്നത്. എന്താ ഒരു സംശയം, ഇതൊരു സ്വാഭാവികമായി കത്തിയാന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഈ വണ്ടി അവിടെ കിടന്നാണല്ലോ, ഈ ട്രാവലർ ആ ഭാഗത്ത് കിടന്ന വണ്ടി, അത് ഓടി വന്നിട്ട് ഇതിൽ കൊണ്ട് ഇടിച്ചു നിർത്തിയേക്കാണ്. 3 ബസ് പൂർണ്ണമായും കത്തി, 1 ബസ് ഭാഗികമായിട്ടും കത്തി. മേഘന മുരളിയാണ് സംഭവ സ്ഥലത്ത് നിന്ന് ചേരുന്നത്. മേഘന, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ടോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? തീയിട്ടത് ആരാണെന്നാണ് സെക്യൂരിറ്റി പറയുന്നത്? എന്തെങ്കിലും സംശയാസ്പദമായി കണ്ടെത്തിയതായി സെക്യൂരിറ്റി പറയുന്നുണ്ടോ? ചെങ്കോട്ടുകോണത്ത് ട്രിവാൻഡ്രം സ്കോട്ടിഷ് സ്കൂളിലാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഒരു തീപിടുത്തം ഉണ്ടാകുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ 3 ബസ്സുകളാണ് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സെക്യൂരിറ്റിയുടെ പ്രതികരണം തന്നെയാണ്. സെക്യൂരിറ്റി പറയുന്നത് ഇത് സ്വാഭാവികമായി കത്തിച്ചതല്ല അല്ലെങ്കിൽ കത്തിയതല്ല എന്നുള്ളതാണ്, മറിച്ച് ആരോ തീയിട്ടത് അല്ലെങ്കിൽ ആരുടെ ഒരു കൈ പുറകിലുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും സെക്യൂരിറ്റി പ്രതികരിച്ചിരിക്കുന്നത്. അതിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ 3 സ്കൂൾ ബസ്സുകളാണ്. 3 ഇവിടെ ദിവസവും കുട്ടികളെ എടുത്തുകൊണ്ടിരുന്ന സ്കൂൾ ബസ്സുകളാണ്. ആ 3 സ്കൂൾ ബസ്സുകളും പൂർണ്ണമായും കത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബസ് ഭാഗികമായി കത്തിയ നിലയിലും കാണുന്നുണ്ട്. അതിൽ 5 ബസ്സുകളാണ് ഈ നിരയായി ഇവിടെ നിർത്തിയിട്ടിരുന്നത് എന്നുള്ളതാണ് സെക്യൂരിറ്റി പറയുന്നത്. അതിനുശേഷം ചാക്കയിൽ നിന്നും കഴക്കൂട്ടത്തു നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുന്നു. പിന്നീടാണ് ഈ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നത്. അരമണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും അണയ്ക്കുകയും ചെയ്യുന്നത്. അപ്പോഴേക്കും ഈ സ്കൂൾ ബസ്സുകൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വാൻ നിർത്തിയിട്ടിരുന്നത് ആ മറ്റ് സൈഡിലോട്ട്, ഈ ഇപ്പുറത്തുള്ള സൈഡിലേക്കാണ് ഈ വാൻ നിർത്തിയിട്ടത് എന്നുള്ളതാണ് പ്രധാനമായും സെക്യൂരിറ്റി പറയുന്നത്. ഈ വാൻ ഇവിടെ നിന്ന് ഓടിച്ച് ആരോ അവിടേക്ക് കൊണ്ടുവച്ചു എന്നുള്ളതാണ് സെക്യൂരിറ്റി പറയുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിലൊരു അടിമുടി ദുരൂഹതയുണ്ട്. സെക്യൂരിറ്റി പറയുന്നതിനനുസരിച്ചാണെങ്കിൽ ഇതിലൊരു അടിമുടി ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ വാൻ അവിടെ നിന്ന് വാനാണ് ഇവിടേക്ക് ഓടിയെത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. അതെങ്ങനെയാണ് ഒരു മൂവ്മെന്റ് ഈ വാനിന് ഉണ്ടായതെന്നടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ സ്കൂളിൽ നിന്ന് അറിയാൻ കഴിയുന്ന വിവരവും ഇവിടെ CCTV ക്യാമറ ഇല്ല എന്നുള്ളതാണ്. നേരത്തെ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ CCTV പരിശോധിക്കാം എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് പറഞ്ഞിരുന്നു. പക്ഷേ സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് ഇവിടെ CCTV ഇല്ല എന്നുള്ളതാണ്. മറ്റു പ്രതികരണങ്ങൾ കൂടി നമുക്ക് തേടേണ്ടതുണ്ട്. ചേട്ടാ, സ്വാഭാവികമായി കത്തിയതാണെന്നാണോ തോന്നുന്നത്? അല്ല, ഇതെന്തോ അട്ടിമറിയുണ്ട്. എന്റെ പിന്നിലൊരു വലിയൊരു അട്ടിമറിയുണ്ട്. എപ്പോഴും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് തന്നെ എല്ലാം റണ്ണിങ്ങിൽ ആയിട്ടുള്ള ബസ്സുകളാണ്. വാൻ അവിടെ കിടന്നതാണ്. വാൻ ഏകദേശം 10 മീറ്റർ മൂവ് ചെയ്തിട്ടാണ് കൊണ്ടതിൽ ഇടിച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ആരെങ്കിലും പുറത്തുനിന്ന് വരണ്ടേ? അങ്ങനെ ഒരു അന്നല്ലേ ആരെങ്കിലും പുറത്തുനിന്ന് വന്നാലേ ഇതിങ്ങനെ സംഭവിക്കത്തുള്ളൂ, ഉറപ്പാണ്. ബസ്സിന് കാലപ്പഴക്കോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ബസ്സിന് കാലപ്പഴക്കമില്ല. ഇത് രണ്ടും പുതിയ ബസ്സുകളാണ് ഈ കത്തിരിക്കുന്നത്. ഇതൊരെണ്ണം അല്പം പഴയതാണ്. 2 ബസ്സുകൾ ഭാഗികമായി കത്തി. 2 ബസ്സുകൾ, ഒരു ബസ് ഭാഗികമായിട്ട് കത്തി. ഇതിന്റെ കൂടെ പാർക്ക് ചെയ്തിരുന്ന 2 ബസ് എടുത്തു മാറ്റിയിട്ടുണ്ട്. പ്രവിധ, അങ്ങനെ തന്നെയാണ്. ഇത് പുലർച്ചെ സമയമാണ്. 2:45 കൂടിയാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. അത് സ്കൂളുള്ള സമയത്താണെങ്കിൽ വലിയൊരു ദുരന്തമായെന്ന കാര്യത്തിലും സംശയമില്ല. അതിൽ പ്രധാനമായും ഈ പ്രദേശവാസികളാണ് ഈ ഫയർഫോഴ്സിനെ വിളിച്ചറിയിക്കുകയും പിന്നീട് ചാക്കിയിൽ നിന്നും കഴക്കൂട്ടത്തു നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീ അണയ്ക്കുകയും ചെയ്യുന്നത്. അതിൽ ഒരു അട്ടിമറി സാധ്യതയുണ്ട് എന്നുള്ളതാണ് സ്കൂളിൽ നിന്നും സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ മാനേജ്മെന്റ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു പുറത്തു നിന്നുള്ള ഒരു സാന്നിധ്യമല്ലാതെ ഈ സ്കൂൾ വാൻ ഇവിടേക്ക് ഓടിയെത്തില്ല എന്നുള്ളതാണ്. 10 മീറ്ററോളം മുന്നോട്ട് ഈ സ്കൂൾ വാൻ നീങ്ങിയിട്ടുണ്ട്. അങ്ങനെ മറ്റു ബസ്സുകളിലേക്ക് ഇടിച്ചു നിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ എന്താണ് ഒരു ദുരൂഹത എന്നുള്ളത് തന്നെയാണ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. പോലീസ് അടക്കം ഉടൻ തന്നെ സ്ഥലത്തെത്തുമെന്നുള്ളതാണ് അറിയുന്ന കാര്യം. അതിൽ സ്കൂളിൽ ഏത് CBSE സ്കൂളാണ്, 10 വരെയുള്ള സ്കൂളാണ്, പ്ലേ സ്കൂൾ മുതൽ 10 വരെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ്. അവിടെ CCTV ക്യാമറ ഇല്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇതിൽ എന്താണ് ഒരു അട്ടിമറി സാധ്യത എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഈ സ്കൂൾ ബസ് മുഴുവനായും കത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇത്രയും ദൂരം ഈ വാൻ നീങ്ങി വന്നു. അതിനുശേഷമാണ് ഈ മറ്റ് ബസ്സുകളിലേക്ക് ഇടിച്ചു നിൽക്കുന്നത്. അതെങ്ങനെ നീങ്ങി വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇപ്പോൾ സെക്യൂരിറ്റി പറയുന്നത് ഒരു സെക്യൂരിറ്റി മാത്രമാണ് ഉണ്ടായത്. നമുക്ക് സെക്യൂരിറ്റിയുടെ അടക്കം പ്രതികരണങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഒരു സെക്യൂരിറ്റി മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ചേട്ടനാണ്. ചേട്ടാ, എന്താണ്? രാത്രി ഞാൻ ഇരിക്കുമ്പോഴേ കാണുന്ന ഈ വണ്ടിയുടെ ഫ്രണ്ടും കത്തുന്നു, ഈ സൈഡും കത്തുന്നു. വലിയൊരു ഒച്ച കേട്ടിട്ടായിരിക്കുന്നത്. അപ്പോൾ അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രാവലർ ആ ഭാഗത്ത് ഒത്തിക്കിരുന്നു, ആ മരത്തിന്റെ മുട്ടിൽ. അത് വന്നിട്ട് ഇതിൽ ഇടിച്ചു നിൽക്കുകയാണ്. അതാണ് കാണുന്നത്. ആരെങ്കിലും എത്തിയതായിട്ട്? അല്ല, പുറത്തൊന്നും ആരും വന്നിട്ടില്ല. എങ്ങനെയാ ഒരു അട്ടിമറി സാധ്യത?
അത് സംശയമുണ്ട്. അല്ല അവിടെ കണ്ട വണ്ടി ഇങ്ങനെ വന്ന് ഇടിച്ച് നിൽക്കത്തില്ലല്ലോ. പ്രത, എന്തായാലും ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതയുണ്ടോ? അങ്ങനെയാണ് സ്കൂൾ മാനേജ്മെന്റും സെക്യൂരിറ്റിയും ആരോപിക്കുന്നത്. ഇതിൽ എങ്ങനെയാണ് ഈ 3 ബസ്സുകളും പൂർണ്ണമായും കത്തിയത്, തീപിടുത്തത്തിനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. അതിൽ പോലീസ് അടക്കം ഉടൻ സ്ഥലത്തെത്തുമെന്നുള്ളതാണ് അറിയുന്നത്. മേഘ്ന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.